ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഗെയിമിൽ പുതിയതായി ആഡായ ഒരു പാക്ക് ഉണ്ട്, അഥവാ നമ്മളെ സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ ഈ ഒരു പാക്ക്. ഈ പാക്കിൽ നിന്ന് ആരെ സൈൻ ചെയ്യണം, ആരാണ് ബെറ്റർ ആയിട്ടുള്ള പ്ലെയർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു പാക്കിൽ 7ഓളം എപ്പിക് പ്ലേയേഴ്സാണ് വരുന്നത്. അതിൽ 5 പഴയ എപ്പിക്കും 2 പുതുതായി വന്നതാണ്. അതിൽ നമ്മളെ ഒലിവർ ഗാനും നമ്മുടെ ഇൻസാഗിയും ആണ് പുതുതായി നമ്മൾ ഈ ഒരു പാക്കിൽ, അഥവാ നമ്മൾ ഗെയിമിൽ വന്നത്. ആ 2 എപ്പിക്ക് നമ്മൾ ഈ ഒരു പാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാക്ക് ഒന്ന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും വ്യത്യസ്ത പ്ലേയിങ് സ്റ്റൈലും പൊസിഷനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരിക്കലും ഇവരെ കമ്പയർ ചെയ്ത് പറയാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ മസറാറോൻ്റെയും ഇൻസാഗിനെയും തന്നെ ചെയ്യാൻ വയ്ക്കുള്ളൂ. കാരണം അവർ രണ്ടും CF ആണ്, എന്നാലും വ്യത്യസ്ത പ്ലേയിങ് സ്റ്റൈലിൽ വരുന്നവരാണ്. ഇതിലെല്ലാവരും വ്യത്യസ്ത പ്ലേയിങ് സ്റ്റൈലിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ വയ്ക്കില്ല. ഇനിയിപ്പോൾ മസറാറിൻ്റെ ഇൻസാഗിൻ്റെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മളെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നമ്മളെ ഈ ഒരു പാക്കിലുള്ള ഒരു കീപ്പറാണ് ഒലിവർ ഖാൻ. ഒലിവർ ഖാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളെ കയ്യിൽ വേറെ പ്ലെയർ ഓഫ് ദ വീക്ക് കാര്യങ്ങളും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒലിവർ ഖാൻ എടുത്തോളി. നിങ്ങൾ തീരെ നിങ്ങളെ കയ്യിൽ ഗോൾ കീപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒലിവർ ഖാൻ എടുക്കാമെന്ന് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം ഒലിവർ ഖാനെക്കാട്ടും അടിപൊളിയായിട്ടുള്ള കുറേ പ്ലെയർ ഓഫ് ദി വീക്ക് പോർട്ടുഗൽ കാർഡ്സ് നമ്മളെ ഗെയിമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒലിവർ ഖാൻ ഞാൻ എടുക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഒലിവർ ഖാൻ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളടുത്ത് അത്രയും കീപ്പർമാരില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒലിവർ ഖാൻ ഒഴിവാക്കാം. പിന്നെ ഇതിലുള്ള ഒരു പ്ലെയറാണ് നമ്മളെ ഫെററിൻ്റെ കാർഡ് നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്ട്രോയർ കാർഡാണ് വന്നിട്ടുള്ളത്. സെൻറ്റർ ബാക്കും റൈറ്റ് ബാക്കും ഒരുപോലെ കളിക്കുന്ന ഒരു കാർഡാണ്. എന്നാലും ഒന്നുകൂടി സെൻറ്റർ ബാക്കിനെക്കാട്ടിയും ഒന്നുകൂടി മെച്ചമായിട്ട് കളിക്കുന്നത് റൈറ്റ് ബാക്കിലായിരിക്കും. കാരണം ആൾക്ക് ഹൈറ്റ് വളരെ കുറവാണ്, 170ഓളമേ ഹൈറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഫെറർ ഏതായാലും ഒരു ഡിസ്ട്രോയർ ആയതുകൊണ്ട് തന്നെ സെൻറ്റർ ബാക്കാണ് കളിക്കുക. അതുകൊണ്ട് തന്നെ ഹൈറ്റ് ഇല്ല. പക്ഷെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും എടുക്കുകയാണെങ്കിൽ തന്നെ റൈറ്റ് ബാക്കായിട്ട് ചൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു പാക്കിൽ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഫിയോറയാണ്. ഫിയോറിൻ്റെ ഒരു കാർഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഹോൾ പ്ലെയർ കാർഡാണ്. ഹോൾ പ്ലെയർ കാർഡിനായതുകൊണ്ട് RMF ആണ് ആളുടെ പൊസിഷൻ വരുന്നത്. പ്ലേയിങ് സ്റ്റൈൽ ഹോൾ പ്ലെയറുമാണ്. അതുകൊണ്ട് തന്നെ ഹോൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ RMFനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് AMFൽ കളിക്കുന്നതായിരിക്കും. AMFൽ അത്യാവശ്യം ബോൾ കൺട്രോളും ഡ്രിബ്ലിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ AMF ആയിട്ട് കളിപ്പിക്കുന്നതായിരിക്കും RMFനെക്കാട്ടിയും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ AMFലിട്ട് കളിപ്പിക്കാനേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്ലെയേഴ്സ് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ മസറാറോൻ്റെ ഈ ഒരു കാർഡാണ്. ഇത് നിങ്ങൾ CF ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസറാറോനെ ഒരിക്കലും എടുക്കാൻ പാടില്ല. അപ്പുറത്ത് നമ്മുടെ ഇൻസാഗിൻ്റെ ഒരു അടിപൊളി കാർഡ് കിടക്കുന്നുണ്ട്. മസറാറിനെ എടുക്കേണ്ടതെന്ന് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ആളുടെ കാർഡിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ വരുന്നത് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. ഇൻസാഗി നോക്കുകയാണെങ്കിൽ ഒരു ഗോൾ പോച്ചറാണ്. ഒരിക്കലും ഒരു ഗോൾ പോച്ചർ ഓടിത്തരുന്ന മാതിരിയും ഫിനിഷ് ചെയ്യണ മാതിരിയും നമ്മുടെ ഫോക്സ് ഇൻ ദ ബോക്സ് ചെയ്യില്ല. അത് നോക്കുകയാണെങ്കിൽ തന്നെ ഫോക്സ് ഇൻ ദ ബോക്സിനെ കൺട്രോൾ ചെയ്യാനും പ്രത്യേകിച്ച് ഒരു സ്കില്ല് തന്നെ വേണം. കൺട്രോൾ ചെയ്യാൻ തീരെ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇൻസാഗി നോക്കുകയാണെങ്കിൽ ഒരു ഗോൾ പോച്ചർ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലെക്സിബിളായി കളിക്കാൻ വയ്ക്കും. നമ്മൾ മൈക്ലോൻ്റെ കാർഡൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻസാഗിൻ്റെ ഒരു ഗുണം. അപ്പോൾ എന്തായാലും നിങ്ങൾ CFന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മസറാറിനെ എടുക്കാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇൻസാഗിനെ എടുക്കുക. പിന്നെ നമ്മളെ പാക്കിൽ വരുന്നത് 2 പ്ലെയേഴ്സാണ്. ഇവർ 2 പേരാണ് ബെസ്റ്റ് എന്ന് ചിലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് 2 പേർക്കും എടുത്തു പറയാനുള്ള നെഗറ്റീവ്സും ഇതിൽ കാണുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ സാബി അലോൺസോൻ്റെ കാർഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഓർക്കസ്ട്രേറ്റർ കാർഡാണ്. ഓർക്കസ്ട്രേറ്റർ കാർഡായതുകൊണ്ട് തന്നെ ഒരു DMF പ്ലേയിങ് സ്റ്റൈലിൽ കിഡിലായിട്ട് കളിക്കും. ഇത് നോക്കുകയാണെങ്കിൽ ഇത് പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ട്രയൽ തന്നെ എനിക്ക് സാബി അലോൺസോന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സാബി അലോൺസോനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടുണ്ട്. നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആളൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് DMFന്.
ഫാബിയോ കാപ്പലോ ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് സാബി അലോൺസോ ഒരു കിടിലൻ കളിയായിരിക്കും. കാരണം തൂക്കിയറിന് ബെസ്റ്റാണ് സാബി അലോൺസോ. അപ്പോൾ നിങ്ങൾ ഫാബിയോ കാപ്പലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാബി അലോൺസോൻ്റെ അങ്ങനെ ഒരു ആൾ DMFനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാബി അലോൺസോനെ എടുക്കുക. കാരണം സാബി അലോൺസോ കിടിലൻ തന്നെയാണ്. ഫാബിയോ കാപ്പലോ ഉണ്ടെങ്കിൽ എല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ നമ്മൾ കളിക്കും. പക്ഷേ ഫാബിയോ കാപ്പലോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണെന്നേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ സാബി അലോൺസോനെ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കും ഡിഫെൻസും ഒരുപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് സാബി അലോൺസോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാബി അലോൺസോനെ നിർബന്ധമായിട്ടും എടുക്കുക. നിർബന്ധമായിട്ടൊന്നുമല്ല, നിങ്ങളെ പൊസിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് DMFൽ വേറെ ആളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. ഇതിൽ ഇനി വേറെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഗെയിമിലുള്ള ഈ പാക്കിലുള്ള ഒരു പ്ലെയറാണ് നമ്മളെ ജെനറ്റിൻ്റെ കാർഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് കാർഡാണ് നമ്മളെ ജെനറ്റിൻ്റെ കാർഡ്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർഡ് തന്നെയാണ്. സ്പീഡും ആക്സലറേഷനൊക്കെ കിഡിലായിട്ട് കളിക്കും. നമ്മളെ RMF, LMF, റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, CMF എല്ലാ പൊസിഷനിലും കിഡിലായിട്ട് കളിക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയാറുണ്ട് ജെനറ്റിയാണ് ഈ ഒരു പാക്കിലെ ബെസ്റ്റ് എന്ന്. പക്ഷേ ആൾക്ക് പറയാനുള്ള നെഗറ്റീവ്സിനുണ്ടെന്ന് കുറേ പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് അറ്റാക്കിന് കുറച്ചും കൂടി ഇതുണ്ടെങ്കിലും പക്ഷേ ഡിഫെൻസ് കുറച്ച് പ്രശ്നമാണ്. ആൾ ഒരു ലെഫ്റ്റ് ബാക്ക് ആയതുകൊണ്ട് തന്നെ ഡിഫെൻസും അറ്റാക്കും ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നമ്മളെ സെർജീനോൻ്റെ ഒക്കെ ഒരു കാർഡിൻ്റെ മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ സെർജീനോനെക്കാട്ടിയും കുറച്ച് ബെറ്റർ ആയിരിക്കും. നിങ്ങളെ കയ്യിൽ സെർജീനോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ജെനറ്റിനെ എടുക്കുക. നിങ്ങളെ ബാക്കിയുള്ള പൊസിഷനൊക്കെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ജെനറ്റിനെ എടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു പ്ലെയറിനെ എടുക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവരും പ്ലെയേഴ്സിൻ്റെ ഒരു ഉള്ളടക്കമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ഓരോ കാർഡ്സിനെയും അഥവാ നിങ്ങളെ കയ്യിലില്ലാത്ത പൊസിഷനൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ പ്ലെയേഴ്സിനെ എടുക്കാതെ. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ CF ആണ് ഇപ്പോൾ ഇതിൽ 2 എണ്ണം ഉള്ളത്. ഈ CF മസറാറോ ഇൻസാക്കിയാണ്. നിങ്ങളുടെ കയ്യിൽ തീരെ CF ഇല്ല, നല്ല ഫ്ലെക്സിബിളായി കളിക്കണ ഒരു CF ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസാഗീനെ എടുക്കുക. കാരണം ഞാനും ചിലപ്പോൾ ഇൻസാഗീനായിരിക്കും എടുക്കുക. കാരണം എൻ്റെ കയ്യിൽ ഡ്രോഗ്ബയാണ് ഫോക്സ് ഇൻ ദ ബോക്സ് CF ആയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇൻസാഗീനെ എടുത്തെന്ന് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത പ്ലേയിങ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ വ്യത്യസ്ത പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കയ്യിലില്ലാത്ത പൊസിഷൻ നോക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫിയോറി അതേപോലെ ഫെറർ, മസറാറോ ഈ ഒരു പ്ലേയേഴ്സിനൊന്നും ഞാൻ ഒരിക്കലും എടുക്കാൻ പ്രിഫർ ചെയ്യില്ല. ഒലിവർ ഗാൻ നിങ്ങളെ കയ്യിൽ വേറെ കാർഡ് ഇല്ലെങ്കിൽ മാത്രം. ഫെററിനെയും ജെനറ്റി അല്ല മസറാറിനെയും ഫിയോറിനെയും ഒന്നും ഒരിക്കലും ഞാൻ എടുക്കാൻ പ്രിഫർ ചെയ്യില്ല. നിങ്ങൾക്കൊരു കാർഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ജസ്റ്റ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ.